ദി ബെസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് സൂപ്പർമാൻ ട്രെയിലർ. ഈ ഒരു ട്രെയിലറിൽ കുറേ അധികം കിടിലൻ മൊമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. ആ ഒരു സൂപ്പർമാനെ സിവിലിയൻസ് ഹെൽപ്പ് ചെയ്യുന്നൊരു സീനാണ്. അത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം യൂഷ്വലി ഈ സൂപ്പർമാൻ പോലൊരു ക്യാരക്ടറിനെ ഈ പറഞ്ഞൊരു ഗോഡ് ലെവൽ ക്യാരക്ടറാണ്. അപ്പം സിവിലിയൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അങ്ങനെ ഭയങ്കര കുറവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആ ഒരു സിവിലിയൻസും സൂപ്പർമാനായിട്ടുള്ള കണക്ഷൻ കാണിക്കാനും ഈ സിവിലിയൻസ് സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ ഹോപ്പാണെന്നുള്ളത് കാണിക്കാനായിട്ട് ജെയിംസ് ഗൺ അങ്ങനെ ഒരു സീൻ വെച്ചത് ഭയങ്കര സ്പെഷ്യൽ മൊമെൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സൂപ്പർമാൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഹേ ബഡി ഐസ് അപ്പ് ഹിയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഭയങ്കര സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡേവിഡ് കോൺസെപ്റ്റ് ആ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുന്നൊരു സാധനമുണ്ട്. ആ ഒരു സൂപ്പർമാൻ ഡേവിഡ് കോൺസെപ്റ്റിനെ സൂപ്പർമാൻ ആക്കുന്ന മൊമെൻ്റ് എന്നൊക്കെ പറയല്ലേ, അത് ആ ഒരു ഡയലോഗിനകത്തുണ്ടെന്നുള്ളതാണ് ഭയങ്കര സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാനായിട്ട്. നമ്മളിങ്ങനെ ഒരു സൂപ്പർമാൻ മൊമെൻ്റ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ലക്സ് ലൂതർ സൂപ്പർമാൻ ഇറ്റെന്ന് വിളിക്കുന്നൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് ഡി സിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് വില്ലന്മാരിൽ ഒരാളെ ആയിരിക്കും. കാരണം നിക്കോളാസ് ഹോൾട്ട് അഴിഞ്ഞാടുകയാണെന്ന് തോന്നുന്നു ലെക്സ് ലൂതറായിട്ട്. കാരണം സൂപ്പർമാൻ്റെ വൺ ആൻഡ് ഉള്ളി നെമിസിസ് അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നെമിസിസ് ആണ് ലെക്സ് ലൂതർ. അതിപ്പോൾ ഏത് യൂണിവേഴ്സ് എടുത്ത് നോക്കിയാലും അങ്ങനെയാണ്. അപ്പം ആ ഒരു സാധനം വെച്ചത് അത് ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാനായിട്ട്. ആ ഒരു ഡയലോഗ് പറയുന്നതും പിന്നെ ആ ഒരു ലെക്സ് ലൂതറിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ സീനൊക്കെ കാണിക്കുന്നുണ്ട്. കുറേ അധികം സാധനങ്ങൾ ഇങ്ങനെ ഇപ്പം നായകൻ്റെ സൈഡിൽ നിന്ന് വില്ലൻ്റെ സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഇൻ്റർവ്യൂ സീൻ, അതായത് ട്രെയിലർ തുടങ്ങുന്നത് ലൂയിസ് ലെയിനും സൂപ്പർമാനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സീനാണ്. അത് ഇവർ തമ്മിലുള്ളൊരു ഡൈനാമിക് കെമിസ്ട്രി കാണിക്കാനായിട്ടും പിന്നെ സൂപ്പർമാൻ്റെ സൈഡിൽ നിന്നുള്ള സൂപ്പർമാൻ എന്താണെന്നുള്ള സാധനം കാണിക്കാനായിട്ടൊക്കെ ആ ഒരു സൂപ്പർമാൻ പെട്ടെന്ന് ആ ഒരു ദേഷ്യം വരുന്നത് സൂപ്പർമാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിക്കാനായിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ടാകും. പിന്നെ ഇതിനകത്ത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയൊരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ ആ ഒരു അവസാനത്തെ സീനിൽ ക്രിപ്റ്റോ ഈസ് ബീങ് എ ഗുഡ് ബോയ് ആ ഒരു സൂപ്പർമാനെ ദേഹത്ത് നടക്കുന്നൊരു സീനുണ്ട്. യൂഷ്വലി ക്രിപ്റ്റോയെ നമ്മൾ ഇതുവരെ കണ്ട വിഷ്വൽസിലെല്ലാം ക്രിപ്റ്റോ ഇങ്ങനെ ഭയങ്കര അലമ്പ് കാണിച്ച് നടക്കുന്ന ഒരു പട്ടിക്കുട്ടിയായിട്ടാണ്. പക്ഷേ അതിനകത്ത് ഭയങ്കര ഗുഡ് ബോയ് ആയിട്ടുള്ളൊരു സാധനം കാണിച്ചിട്ടുണ്ട്. എന്തായാലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് എന്ന് വെച്ചാൽ കട്ട വെയിറ്റിംഗ് ആണ്. കാരണം ഇത്രയും കുറേ സ്പെഷ്യൽ മൊമെൻറ്റ്സ് ട്രെയിലറിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമയിൽ എന്തായിരിക്കും എന്ന് കാണാനായിട്ട് പിന്നെ ഈ പറയുന്ന കുറേ അധികം ക്യാമിയോസൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, വെയിറ്റിംഗ് ആണ്.